അവർക്കെല്ലാം വേണ്ടി മണിക്കൂർ കണക്കിന് ഇവിടെ പ്രാർത്ഥിച്ചു. പാസ്റ്ററൊക്കെ 2 മണിയായപ്പോഴേ വന്നു. മണിക്കൂർ കണക്കിന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. 5:30 വരെയോളം പ്രാർത്ഥിച്ചു. എല്ലാ കുടുംബത്തിനു വേണ്ടിയും എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും വളരെ ശക്തമായി പ്രാർത്ഥിച്ചു കേട്ടോ. ഓക്കെ, നിങ്ങളാരും ഇല്ലാഞ്ഞുകൊണ്ട് നിങ്ങളാരും കേട്ടില്ല. സ്തോത്രം. അപ്പം നിങ്ങളില്ലാതെ ഇരുന്നിട്ട് നിങ്ങളുടെ വിഷയങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചില നമ്മുടെ ജോർജൊക്കെ രാവിലെ തൊട്ടേ വന്നു. കാരണം അവരും സഭയ്ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ചിന്തകളൊന്നും പറയാനായിട്ട് സമയമില്ല. ഓരോ വാക്യങ്ങൾ വായിച്ച് ആമേ ഓടിച്ചു 1-2 കാര്യങ്ങൾ പറയുക. സ്തോത്രം. തിരുമേശയുണ്ട്. ആമേ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ മോശ ജനിക്കുന്നതിന് മുമ്പ് കൊല്ലാൻ ഓർഡറിട്ടു. ആള് ജനിക്കുന്നതിന് മുമ്പ് ജനിക്കാൻ പോണ മോശയെ കൊല്ലാൻ ആര്? ഫറവോ രാജാവ് ഓർഡറിട്ടു. സ്തോത്രം. ഇസ്രായേലിലുണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല്ലാൻ. അപ്പം മോശ ജനിച്ചപ്പോൾ തന്നെ കൊല്ലാനുള്ള എല്ലാ പദ്ധതികളും മോശയ്ക്കെതിരെ. പക്ഷെ മോശയ്ക്കൊരു പോറൽ പോലും പറ്റിയില്ല. അപ്പൊ 2 പേരെ ഡ്യൂട്ടിക്കിട്ട്. ആമേൻ. കുഞ്ഞുങ്ങളെ പ്രസവിച്ചാൽ ഉടനെ കൊല്ലണം. അതിന് 2 വിഡ്വൈദ്യന്മാരെ ഇട്ടു. സ്തോത്രം. ആ 2 പേരും മോശയെ കൊന്നില്ല. ഫറവോ രാജാവ് ഡ്യൂട്ടിക്ക് ഇട്ടേക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവര് മോശയെ കൊന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും മോശ പട്ടാളക്കാര് അറിഞ്ഞ്, പോലീസ് അറിഞ്ഞു വന്ന് അവര് കൊല്ലും. അതും നടന്നില്ല. അവിടെ അമ്മയപ്പനും എന്ത് ചെയ്തു? 3 മാസം ഒളിച്ചു വെച്ചു. ഇനി അത് കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും മോശ കൊല്ലാനായിട്ട് മോശയുടെ കുടുംബം കൂടെ തകരും. സ്തോത്രം. അവിടെ എന്ത് ചെയ്തില്ല? മോശ കൊന്നില്ല. രാജകുമാരി വന്ന് എടുത്തോണ്ട് പോയി. അപ്പൊ ഇത് നിങ്ങൾ എന്താ പഠിച്ചേ? ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് നമ്മൾ അറിയാത്ത കരുതലുകൾ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കരുതലുകൾ, നമ്മൾ ഒരിക്കലും കണക്കു കൂട്ടാത്ത കരുതലുകൾ നമുക്ക് വേണ്ടി ദൈവത്തിനുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? മോശ ജനിക്കുന്നതിന് മുമ്പേ കൊല്ലാനുള്ള നിയമമുണ്ട്. പക്ഷേ മോശ ജനിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ സുധികർമ്മിണികളെ ദൈവം കരുതി. അവര് മോശയ്ക്ക് ഒരു പോറന് പോലും ഏൽപ്പിക്കാൻ അവർ തയ്യാറായില്ല. സ്തോത്രം. രാജാവിന്റെ നിയമവും പോലീസും പട്ടാളവും എല്ലാം മോശയെ കൊല്ലാൻ റെഡിയായിരുന്നിട്ടും ഒരു പോറല് പോലും വെക്കാതെ അതിനകത്ത് ദൈവം കരുതി. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും പ്രതികൂലങ്ങളും ചുറ്റും എതിർപ്പുകളും നിങ്ങളുടെ ചുറ്റും ശത്രുക്കളും നിറഞ്ഞാലും അതിനകത്ത് ഒരു പോറല് പോലും വെക്കാതെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമുക്കുള്ള സകലത്തെയും കരുതുന്ന ദൈവമാണ് നമ്മുടെ. പോലീസുണ്ട്, പട്ടാളമുണ്ട്, ആയുധമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മോശ തൊടാൻ ആർക്കും പറ്റിയില്ല. രണ്ടാമതും മാതാപിതാക്കളെ ദൈവം കരുതി. അവർക്കൊരു, നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ശിശു സുന്ദരൻ എന്ന് കണ്ടു. അവരെ ഫറവോന്റെ കൽപ്പനയെ ഭയപ്പെട്ടില്ല. അവർക്കൊരു പ്രത്യേക ശക്തി ദൈവം കൊടുത്തു, ഒരു പ്രത്യേക ധൈര്യം കൊടുത്തു. എന്തിനാ? രാജകൽപ്പനക്കെതിരായിട്ട് മോശയെ രഹസ്യമായി വളർത്താൻ ഒരു പ്രത്യേക ശക്തി, ഒരു പ്രത്യേക ബലം ദൈവം കൊടുത്ത് അവിടെയും മോശയെ ദൈവം കരുതി. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ അങ്ങനാണെങ്കിൽ നിങ്ങളെ കരുതാതിരിക്കുവോ? പറ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം കരുതാതിരിക്കുവോ?
സ്തോത്രം. ഇനി മൂന്നാമത്തെ സ്റ്റേജ് വന്നപ്പോൾ അവിടെ ഒരിക്കലും മോശയ്ക്ക് രക്ഷ വരത്തില്ല. രക്ഷ അതെവിടെയാണെന്നറിയാവോ? നൈൽ നദിയുടെ തീരത്ത് മാതാപിതാക്കൾ കൊണ്ടുവച്ചിട്ട് പോയി. അവിടെ ഒരു കുഞ്ഞും രക്ഷിക്കാൻ വരത്തില്ല. കാരണം ഈ കുഞ്ഞ് അടിമക്കുഞ്ഞാണെന്നുള്ളത് അറിഞ്ഞ് ആ കുഞ്ഞിനെ എടുത്താൽ എടുക്കുന്നവരുടെ തല പോകും. ഫറവോ രാജാവിൻ്റെ ഓർഡറാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനും ആ കുഞ്ഞിനെ എടുക്കാൻ വരികയില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? രക്ഷ വരത്തില്ല, വിടുതല് വരത്തില്ല. പിന്നെ വിടുതല് വരുമെന്നോ ഒരു പ്രതീക്ഷയും അവിടെ ഇല്ല. പിന്നെ വിടുതൽ ഒരിക്കലും വരികയില്ല. എല്ലാ വഴിയും അവിടെ അടഞ്ഞിരിക്കുക. ഇനി ശ്രദ്ധിക്കണം, എല്ലാ വഴി അടഞ്ഞിരുന്നിടത്ത് വിടുതൽ വരാനുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാത്തിടത്ത്, ഒരിക്കലും രക്ഷ വരാത്തിടത്ത് രാജകുമാരിയെ ദൈവം കൊണ്ടുവന്നു. സ്തോത്രം പറഞ്ഞേ. അങ്ങനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും വിഷയത്തിൽ വിടുതൽ വരത്തില്ലെന്ന് ഓർത്തിരിക്കുന്നിടത്ത് വിടുതൽ കൊണ്ടുതരാൻ കർത്താവിനറിയാം. ഹല്ലേലൂയ പറഞ്ഞേ. ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോലും മോശയെ എടുക്കാൻ വരികയില്ല. ആ വരാത്തിടത്ത് ദൈവം രാജകുമാരിയെ കൊണ്ടുവന്നു. ഹല്ലേലൂയ പറഞ്ഞേ. കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയെങ്കിൽ ശത്രുവിൻ്റെ വെല്ലുവിളിയുടെ മുൻപിൽ, മരണത്തിൻ്റെ മുൻപിൽ, എതിർപ്പിൻ്റെ മുൻപിൽ, പ്രതികൂലത്തിൻ്റെ മുൻപിൽ ഇറക്കിയ ദൈവം എന്നെ കരുതും, നിങ്ങളെ കരുതും, നമ്മളെ കരുതും. ആമേ. ശത്രു നമ്മളെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഫറവോന്റെ പോലീസുകാരെ മോശ എത്തി നോക്കാൻ ദൈവം സമ്മതിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഇവിടം വരെ എത്തിയത് എങ്ങനെയാ? ദൈവത്തിന്റെ കരുതലാ. ദൈവത്തിന്റെ എവിടെയാ? മരണത്തിന്റെ മുമ്പിൽ കരുതിക്കൊണ്ടിരിക്കുക. ജനിച്ചപ്പോഴേ മരിക്കണം. അവിടെ മരണത്തെ ആമേൻ തൊടാതെ വണ്ണം ദൈവം കരുതി. രണ്ടാമത് വീണ്ടും മരിക്കും, അവിടെ മരണം തൊടാതെ ദൈവം കരുതി. മൂന്നാമത് നൈൽ നദിയുടെ തീരത്ത് കൊണ്ടുവച്ച് അവിടെ മരണം, അവിടെയും മരണം തൊടാതെ ദൈവം കരുതി. ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നിനക്കെതിരെ വരുന്ന സകല പ്രതികൂലത്തിലും ആമേ നിന്നെ വിട്ടുകൊടുക്കാതെ കരുതുന്ന ദൈവമാണ് നമ്മളെ വിളിച്ചത്. വിശ്വാസത്തോടെ ഉറച്ചു മുമ്പോട്ട് പോകും. സ്തോത്രം. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആമേൻ. ഇനി ഒന്നുകൂടെ പറയാം ഞാന്. മോശ ആരാ? ഇസ്രായേലിനെ വിടുവിക്കുന്ന ശുശ്രൂഷയാണ് അല്ലേ? ഇസ്രായേലിന്റെ നേതാവാണ്. സ്തോത്രം. മിസ്രൈമിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ വിടുവിക്കും. ആ വിടുതൽ എന്തുവാ? ആ വിടുതൽ വാഗ്ദത്തമാണ്. ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുൻപേ ദൈവം വാഗ്ദത്തം ചെയ്തു, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്തെ 400 സംവത്സരം അടിമയാകും. 400 വർഷം കഴിയുമ്പോൾ അവരവിടുന്ന് വിട്ടുപോരും. അങ്ങനെ ഈ ഇസ്രായേൽ ജാതി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ അടിമത്തത്തിൽ പോകുന്നതും അവിടുന്ന് വിട്ടുപോരുന്നതുമെല്ലാം നേരത്തെ ദൈവം കരുതി വെച്ചു, നേരത്തെ ദൈവം പ്ലാൻ ചെയ്തു. ആമേൻ. എല്ലാം അവിടുന്ന് സ്തോത്രം ഇസ്രായേലെ വിട്ടുപോരുമ്പോൾ ഒത്തിരി പ്രാവശ്യം ആ വിടുതലിൻ്റെ സമയം ഫറവോൻ എന്ത് ചെയ്തു? തട്ടിമാറ്റി. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു പൊക്കോ, എല്ലാം പോകാൻ റെഡിയായപ്പോൾ പറഞ്ഞു പറ്റുകയില്ല. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പറഞ്ഞു പൊക്കോ. എല്ലാം റെഡി ആകുമ്പോൾ പുള്ളി എന്ത് ചെയ്യും? തടയും. അങ്ങനെ മുൻപോട്ട് വിടത്തില്ല. സമയങ്ങളെല്ലാം തട്ടി മാറ്റുകയാണ്, സമയങ്ങളെല്ലാം തെറ്റിക്കുകയാണ്, ഇവരെ തടയുകയാണ്, മുൻപോട്ട് വിടത്തില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത് ശക്തിയേറിയ രഥം.
സാധാരണ രഥമല്ല, ഫറവോന്റെ മിലിറ്ററിക്കകത്ത് ഏറ്റവും കൂടുതൽ കരുത്തുള്ള സെക്ഷൻ, ശക്തിയേറിയ രഥങ്ങളെന്ന് എഴുതിയിരിക്കുന്നത്. തെരഞ്ഞെടുത്തിട്ട് ആ ശക്തിയേറിയ രഥത്തെയും ആ പട്ടാളത്തെയും ഇവരെ പിടിക്കാൻ പുറകെ വരിക, മുൻപോട്ട് വിടാതിരിക്കാൻ ഇവരെ പിടിക്കാൻ പുറകെ വരികയാണ്. ഇതുവരെ അവരുടെ മുമ്പോട്ടുള്ള സമയങ്ങളെല്ലാം തെറ്റിച്ചു. അപ്പൊ ചെങ്കടലിൽ വന്നപ്പോൾ ഫറവോൻ വീണ്ടും വരികയാണ്. സ്തോത്രം. ആമേൻ. മുമ്പോട്ട് വിടാത്ത ശക്തി, ഫറവോൻ മുമ്പോട്ട് വിടത്തില്ല. പിന്നെ തടയുന്ന ശക്തി, പിന്നെ സമയങ്ങളെല്ലാം തെറ്റിക്കുന്ന ശക്തി, ഒരു കാരണവശാലും മുമ്പോട്ട് പോകാൻ പറ്റാത്ത ശക്തി. സ്തോത്രം. ഒരു വാക്യം വായിക്കാം. എഹെസ്കേൽ പ്രവചനം. യേശുവേ നന്ദി. എഹെസ്കേൽ പ്രവചനത്തിലെ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒന്ന്, എഹെസ്കേൽ 30-ാം അധ്യായത്തിന്റെ 21, 22 ഒന്ന് വായിച്ചാട്ടെ. മനുഷ്യപുത്ര, മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. ഇനിയും ജീവിതത്തിൽ ഒരിക്കലും ഇവൻ തടയാൻ പുറകെ വരികയില്ല. സ്വത്രം പറഞ്ഞ് 400 വർഷം ഇസ്രായേലിനെ തടഞ്ഞു വെച്ചു. 400-ാമത്തെ വയസ്സിൽ വിട്ടു പോരാൻ നേരത്ത് വീണ്ടും തടഞ്ഞു. വീണ്ടും മുൻപോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് ചെങ്കടലിൽ വന്നിട്ട് അവിടെ എന്ത് ചെയ്തു? ശക്തിയേറിയ രഥത്തെയും പട്ടാളത്തെയും കൊണ്ടുവന്ന് ഇസ്രായേലിനെ മുൻപോട്ട് വിടാതെ തടഞ്ഞു. പക്ഷേ ആ തടഞ്ഞ ശത്രുവായ ഫറവോന്റെ കൈയും ദൈവം എന്ത് ചെയ്തു? ഒടിച്ചു ദൂരെ കളഞ്ഞു. ഇനി ജീവിതത്തിൽ ഒരിക്കലും എന്തല്ല, ഫറവോന് ദൈവമക്കളെ തടയാൻ പറ്റത്തില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ പഠിച്ചു. നമുക്കെതിരെ വരുന്ന ശത്രുവിന്റെ കരം പൊങ്ങാതെ വണ്ണം ഇനി മേലാൽ ആ കൈ നമുക്കെതിരെ ഉയരാതെ ആ കരം ഒടിച്ചുകൊണ്ട് തന്റെ ജനത്തിന് വിടുതൽ കൊടുത്ത ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എലീയ പറഞ്ഞ് ശക്തിയേറിയ പട്ടാളവുമായിട്ട് ഈ പുള്ളി പുറകെ വരികയായിരുന്നു വിടാതിരിക്കാൻ വേണ്ടി. 400 വർഷം അടിമത്തത്തിലിട്ടു. അത് കഴിഞ്ഞ് വിട്ടുപോരേണ്ട പല ടൈമുകളും ഇദ്ദേഹം തെറ്റിച്ച് മുന്നോട്ട് വിടാതെ തടഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ കർത്താവ് ഒരു പിടി. കർത്താവ് പറയാം, മനുഷ്യപുത്ര, ഫറവോന്റെ കൈ എന്ത് ചെയ്തു? ഞാൻ ഒടിച്ചു. ഇനി ആ വാക്യം ഒന്നുകൂടെ വായിച്ച് 21, 22 മനുഷ്യപുത്ര, മിസ്രയീം രാജാവായ ഫറവോന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. അത് വാൾ പിടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സ ചെയ്യുകയുമില്ല. കണ്ടോ? ഇനി അവന്റെ കൈ ഒരിക്കലും ശക്തി പ്രാപിക്കത്തില്ല. ശക്തി പ്രാപിക്കാതെ വണ്ണം ആ കൈ എന്നേക്കുമായി തകർത്തുകൊണ്ട് ഞാൻ അതിനെ ഒടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു ഹല്ലേലൂയ പറഞ്ഞ് കഴിഞ്ഞ 2025 നോക്കിയാൽ നമുക്കെതിരെ വന്ന പല ശത്രുവിന്റെ കരവും തമ്പുരാൻ ഒടിച്ചു ദൂരക്കളഞ്ഞു. നമ്മളെ തൊടാൻ പറ്റിയോ? സ്തോത്രം. ഈ രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവവൈദ്യനെ നീ പ്രാർത്ഥിച്ചു. നിനക്കെതിരെ വരുന്ന ശത്രു വിടത്തില്ലെന്ന് പറയുന്നവരെ, തടയുന്നവരെ, തെറ്റിച്ചു കളയുന്നവരെ, സമയങ്ങളൊക്കെ തട്ടി മാറ്റുന്നവരെ, എന്നേക്കുമായി നശിപ്പിക്കുമെന്ന് പറയുന്നതിന് ഒടിച്ചു കളയുന്ന ദൈവം. ഫറവോന്റെ കൈ ഇപ്പൊ പൊങ്ങുകയല്ല. കർത്താവ് പറഞ്ഞോ, മരുന്ന് വെച്ചാൽ ഇനി ഡോക്ടറെ കണ്ടാലും അവൻ നന്നാകാൻ പോയില്ല. കാരണം ഞാൻ അവന്റെ കൈ അപ്പൊ ചില ശക്തികളെ ഒടിച്ചു ദൈവം ദൂരെ കളഞ്ഞു. എന്തിനാ? തൻ്റെ ജനം മുമ്പോട്ട് പോകാതിരിക്കാൻ ബാധിക്കുന്ന ഫറവോൻ, തടയുന്ന ജനം, തടയുന്ന ഫറവോൻ, പിന്നെ വിടുതലിന്റെ സമയങ്ങളൊക്കെ തെറ്റിക്കുന്ന ഫറവോൻ, ആ വിടുതലിന്റെ സമയമെല്ലാം തട്ടി മാറ്റുന്ന ഫറവോന്റെ കൈ ഇനിയും ഈ ദൈവമക്കെതിരെ പൊങ്ങുകല. സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പൊ നമ്മളിപ്പോ എത്ര കാര്യം പറഞ്ഞു? നമ്മളിപ്പോ 2 കാര്യം പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞത്? മറന്നു പോകരുത്. ഒന്നാമതെന്താ പറഞ്ഞത്? സ്തോത്രം. ഒരിക്കലും രക്ഷ വരാത്ത നൈൽ നദിയുടെ തീരത്തെ
രാജകുമാരിയെയും രക്ഷയും കൊണ്ടുവരാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ ഈ വിഷയത്തിൽ വിടുതൽ വരത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ദൈവത്തിന് വലിയ പ്രവൃത്തി കൊണ്ടുതരാൻ കഴിയും. സ്തോത്രം. നൈൽ നദിയുടെ തീരത്ത് ഒരു മനുഷ്യനും എടുക്കാൻ വരത്തില്ല. പക്ഷെ രാജകുമാരിയെ കർത്താവ് കൊണ്ടുവന്നു മോശയുടെ രക്ഷയ്ക്ക് വേണ്ടി, മോശയുടെ വിടുതലിന് വേണ്ടി. അതുകൊണ്ട് വിടുതൽ വരാത്തിടത്ത്, വഴികൾ അടഞ്ഞിടത്ത്, സാധ്യതകൾ ഇല്ലാത്തിടത്ത്, പ്രതീക്ഷയ്ക്ക് വഴിയില്ലാത്തിടത്ത് ദൈവമക്കളെ പിന്മാറണ്ട, മടുത്തു പോകണ്ട, ക്ഷീണിക്കണ്ട. അവിടെ വിടുതൽ കൊണ്ടുതരാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. അപ്പൊ പിന്നെ അടുത്ത് നമുക്ക് മൂന്നാമത്തേലോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. അടുത്ത മൂന്നാമത്തത് സാമ്പത്തികം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു 2026 എല്ലാവരും സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം. ഒത്തിരി ഉണ്ട്, ഇന്നത് പറഞ്ഞു തീരത്തില്ല. ഒരു വിഷയം പറയാം. സാമ്പത്തികമായി നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ഇപ്പൊ നിങ്ങൾ ബൈബിള് ഉൽപ്പത്തി തൊട്ടൊന്ന് ഇനി ഒന്ന് പഠിച്ചോ കേട്ടോ. ബൈബിളിൽ തോറ്റവരാരും ജയിച്ചവരാരും സാമ്പത്തികമായി ഉയർന്നിട്ടില്ല. സാമ്പത്തികമായിട്ട് അബ്രാഹാം ജയിച്ചു. 14-ാം അധ്യായത്തിൽ കോടികൾ അബ്രാഹാമിന്റെ കയ്യിൽ വന്നു. സോദോമിലെ രാജാവിന് അല്ലെങ്കിൽ സോദോമിലെ ആൾക്കാരുമായിട്ട് അബ്രാഹാം തിരിച്ചു വന്നു. 9 രാജാക്കന്മാരുടെ പണവും അവരുടെ സ്വർണവും അവരുടെ വെള്ളിയും അബ്രാഹാമിന് ജയിച്ചപ്പോൾ കിട്ടി. അതുകൊണ്ട് ഈ തോറ്റു പോകുന്നവർക്കൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ആരാധിച്ച് ജയമെടുത്താൽ സാമ്പത്തിക മണ്ഡലം വിശാലമാകും. ആരാധിച്ച് ജയമെടുക്കാത്തത്രയും കാലം നമ്മുടെ സാമ്പത്തിക മണ്ഡലം എന്ത് ചെയ്യത്തില്ല, വിശാലമാകത്തില്ല കേട്ടോ. ഇനി ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യഹോശാഫാത്ത് രാജാവ് ശത്രുവിനെ ജയിച്ചു. ശത്രുവിനെ ജയിച്ചപ്പോൾ എന്ത് ചെയ്തു? 3 ദിവസം കൊള്ളയിട്ടു. 1ഉം 2ഉമല്ല, 3 ദിവസം. ഒറ്റ ദിവസം ജയിച്ചപ്പം 3 ദിവസം എന്ത് ചെയ്തു? സാമ്പത്തികൻ കണ്ടോ. ഒറ്റ ജയം കൊണ്ട് 3 ദിവസമാണ് നന്മ വാരിക്കൂട്ടിയത്. അതുകൊണ്ട് ഈ 2026 പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് ജയത്തിന്റെ ആരാധന വെളിപ്പെട്ടാൽ ഞാൻ ഇന്ന് രാത്രി ഉറപ്പു തരാം, നന്മയുടെ വഴി തുറക്കും. ഇനി നിങ്ങൾ നോക്കിയേ, ഇസ്രായേൽ ഹായി പട്ടണത്തിൽ 2ാമത്തെ പ്രാവശ്യം ജയിച്ചു. ജയിച്ചപ്പോൾ കർത്താവ് എന്തോ പറഞ്ഞു? കൊള്ളയിട്ട് അവിടെ ഉള്ളതെല്ലാം നിങ്ങളെ കണ്ടോ. ജയിച്ചപ്പോ ദൈവം പറഞ്ഞു കൊള്ളയിട്ടെല്ലാം നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുൻപേ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു, ഇന്നത്തെ ആരാധന ജയത്തിന്റെ ആരാധനയായിരിക്കണം. അല്ലെ, നമ്മുടെ മുമ്പിൽ കാണുന്ന സകല പ്രതികൂലത്തെയും പൈശാചിക ശക്തികളെയും ജയിച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് നമുക്ക് സാമ്പത്തിക വിശാലത വരുന്നത്. തോറ്റടുത്തൊന്നും കിട്ടുകയില്ല. ഇസ്രായേൽ തോറ്റുപോയടുത്തൊന്നും കിട്ടിയില്ല. തോറ്റുപോയവരാർക്കും നന്മയില്ല. വേദപുസ്തകത്തിൽ ജയിച്ചവരോടെല്ലാം ദൈവം പറഞ്ഞു, അവിടുത്തെ നന്മ നിങ്ങളെ സ്തോത്രം. അപ്പൊ ഇന്ന് ആരാധനയിൽ ജയം എടുക്കുവോ? നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടോ ഇവിടെ കിടന്ന് കൂടുതൽ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടോ ഒന്നും വഴി തുറക്കത്തില്ല. ആത്മാവിൽ ജയം എടുക്കാതെ വഴി തുറക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ജയിക്കണം. ഇനി നമുക്ക് അതിലേക്കൊന്ന് വരാം. അതിന്റെ 2ാം ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. ആ വാക്യം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, പരിചയമുള്ള വാക്യം. ഹഗായി പ്രവചനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇന്നു തൊട്ട് ആ വാക്യത്തിന്റെ അടി എല്ലാരും വരയിട്ടെ. ഡേറ്റ് ഞാൻ പറയാ, ഡേറ്റ് പറയുന്നു. ഈ ഡേറ്റ് തൊട്ട് നമ്മുടെ സാമ്പത്തിക വഴി വിശാലമാകാൻ പോവാം. ഇന്ന് തൊട്ട് കർത്താവ് പറയുന്നു, നിങ്ങള് കളപ്പുരി വിത്ത് കിടപ്പുണ്ടോ? ഉണ്ടെങ്കിൽ വിതയ്ക്കേ. നിങ്ങളുടെ അത്തിത്തോട്ടം, മാതളത്തോട്ടം, പിന്നെ പ്രൈസലോ നിങ്ങളുടെ ഒലിവ് തോട്ടം എല്ലാം ഇന്ന് തൊട്ട് അനുഗ്രഹിക്കപ്പെടും. ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളെ അതിന്റെ അർത്ഥം പറയട്ടെ. ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളുടെ സാമ്പത്തികത്തിൽ ഇടപെടും.
നിങ്ങളുടെ മുന്തിരിത്തോട്ടം ഉണ്ടോ? നിങ്ങളുടെ അത്തിത്തോട്ടത്തിൽ ഞാൻ ഇടപെടും. നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ ഇടപെടും. പിന്നെ നിങ്ങളുടെ കളപ്പുരയിൽ കിടക്കുന്ന വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്തിൽ ഞാൻ ഇടപെടും. അങ്ങനെ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് എവിടുന്നെല്ലാം വരുമാനം വരുമോ അവിടെ എല്ലാം ഞാൻ ഇടപെടും. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഒന്ന് പഠിക്കുക, നമ്മുടെ സാമ്പത്തിക വരുമാനങ്ങളിൽ ദൈവം ഇടപെടും. ദൈവം ഇടപെടും. നമ്മള് 1000 വർഷം ഉണ്ടാക്കിയാൽ ഉണ്ടാകാത്ത നന്മകൾ ദൈവം ഇടപെടുമ്പോൾ ഉണ്ടാകും. ഹല്ലേലൂയ പറഞ്ഞ്. നമ്മളെ ജീവിതത്തിൽ ഇവിടെ കിടന്ന് 10 വർഷം നമ്മൾ അധ്വാനിച്ചാൽ പോലും ഉണ്ടാകാത്ത നന്മകൾ നമ്മുടെ വരുമാനത്തിൽ ദൈവം ഇടപെട്ടാൽ ഉണ്ടാകും. സ്തോത്രം. ഇപ്പോഴതിന്റെ തെളിവുകൾ തരാൻ പോകുക കേട്ടോ. സ്തോത്രം പറഞ്ഞ്. ദൈവം ഇടപെടുമ്പോൾ ഉണ്ടാകും. അതിന്റെ ഒന്നാമത്തെ തെളിവ് ഉൽപ്പത്തി 26. ആ ആണ്ടിൽ 12ാമത്തെ വാക്യം 100 മേനി വിളവ് കിട്ടി. ഏതാണ്ടിൽ? നന്മയില്ലാത്ത ആണ്ടിൽ, ദാരിദ്ര്യത്തിന്റെ ആണ്ടിൽ, ക്ഷാമത്തിന്റെ ആണ്ടിൽ, എല്ലാ വരുമാനങ്ങളും നിന്നുപോയ ആണ്ടിൽ, സാമ്പത്തികമായി തകർന്നു പോയ ആണ്ടിൽ ഇസഹാക്ക് വിതച്ചു. ആ ആണ്ടിൽ ദൈവം ഇടപെട്ടു. ഇസഹാക്കിന്റെ വരുമാനം 100 മേനിയായി. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ദൈവവൈതലേ, നിങ്ങളുടെ ജോലിയാണോ നിങ്ങളുടെ വരുമാനം? ബിസിനസ് ആണോ നിങ്ങളുടെ വരുമാനം? നിങ്ങളുടെ വരുമാനം കൃഷിയാണോ? ഏതാണ്? ആ വരുമാനത്തിൽ ദൈവം ഇടപെടും. ആ വരുമാനങ്ങളിൽ ദൈവം ഇടപെടും. ഇനി ദൈവം ഇടപെടുന്നത് എങ്ങനെയാന്നൂടെ ഞാൻ പറഞ്ഞ കേട്ടോ. ഇസ്രായേലിന്റെ നന്മയിലെല്ലാം ദൈവം ഇടപെട്ടു. എവിടെയാ? യോശുവ 24. നിങ്ങൾ വെട്ടിയിട്ടില്ലാത്ത കിണറും നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടവും വെച്ചിട്ടില്ലാത്ത വീടുകളും ഞാൻ തന്നു. ഹല്ലേലൂയ പറഞ്ഞ്. കണ്ടോ, അവര് ഒരിക്കലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത നിലയിൽ വസ്തുക്കളും വീടുകളും മറ്റു പല ഉയർച്ചകളും ദൈവം ഇടപെട്ടു കൊടുത്തു. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്ത ഉണ്ടാകാത്ത നന്മകൾ ദൈവം ഇടപെട്ട് നമുക്ക് ഉണ്ടാക്കി തരും. ഹല്ലേലൂയ. സ്തോത്രം. അതാ വായിക്കുന്നത്. ദൈവം ഇടപെട്ടു. ആ വാക്യം കിട്ടിയോ? ഹഗായി പ്രവചനം 2:19. കണ്ടല്ലോ അല്ലേ? പറയിട്ട് കേട്ടോ. ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ ബിസിനസ്, ഇന്ന് തൊട്ട് നിങ്ങളുടെ ജോലി, ഇന്ന് തൊട്ട് നിങ്ങളുടെ വരുമാനം ഏതാ? കൃഷിയാണോ, ജോലിയാണോ, അതോ ബിസിനസ് ആണോ, എന്താണോ അവിടെ കർത്താവ് തൊടും. ഡേറ്റ് പറഞ്ഞു. ഇനി ആ ഡേറ്റ് നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിന്റെ 14ാമത്തെ വാക്യം വായിക്കാം. ആ ഡേറ്റ് അവിടെ കിടപ്പുണ്ട്. യഹോവ യഹൂദ ദേശാധിപതിയായി ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനായി യഹോസദാക്കിന്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സും ഉണർത്തി. അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിങ്കൽ വേല ചെയ്തു. ദാര്യാവേശ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 24-ാം തീയതി തന്നെ ആലയത്തിൽ വന്ന് ദൈവവേല ഏറ്റെടുത്ത ആ ദിവസം. ഹല്ലേലൂയ പറഞ്ഞേ. കണ്ടോ, ആലയത്തിൽ വന്ന് ദാര്യാവേശ് രാജാവിന്റെ 2-ാം വർഷമായിരിക്കുന്ന ആ മാസം 24-ാം തീയതി എല്ലാരും കൂടെ വന്നിട്ട് ദൈവവേല ഏറ്റെടുത്തു ആലയത്തില്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുകയാണ്, ദൈവവൈതലേ, ദൈവവേലയുടെ ഒരു പങ്ക് 2026 ഏറ്റെടുക്കാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് തൊട്ട് ദൈവം നിന്റെ നന്മയിൽ തൊടും. ഇന്ന് തൊട്ട് ദൈവം നിന്റെ നന്മയിൽ തൊടും. കണ്ടോ, ആലയത്തിൽ വന്ന് ആലയത്തിലെ വേല ഏറ്റെടുത്ത ആ ദിവസം കർത്താവ് ഡേറ്റ് വെച്ച് പറയുക. ഇനി 19 വായിച്ചേ, 2-ന്റെ. നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവേൻ. 9-ാം മാസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വെക്കുവേൻ. യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം, അല്ലെങ്കിൽ ദേവാലയത്തിൽ ദൈവവേല ഏറ്റെടുത്ത ദിവസം
ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ 2026 ദൈവത്തിന്റെ വേലയുടെ ഒരു പങ്ക് ചെയ്യാൻ ഭാര്യയും ഭർത്താവും സമർപ്പിക്കാവോ? ദൈവവേലയുടെ ഒരു പങ്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പൂർണ്ണമായി ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്നു, ബ്രദറെ, നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുമോ? സഹോദരി, നിനക്ക് സമർപ്പിക്കാൻ പറ്റുമോ? മാതാപിതാക്കളെ, നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടോ, ഇന്ന് തൊട്ട് ദൈവത്തിന്റെ വേല ഏറ്റെടുത്ത് അത് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വന്ന ആ ദിവസം തൊട്ട് നിങ്ങളുടെ വിത്തിനെ ഞാൻ തൊടും, നിങ്ങളുടെ അത്തിത്തോട്ടത്തിൽ ഞാൻ തൊടും, ഞാൻ നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തിൽ തൊടും, നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക് മാറ്റം വരുത്തും. ഇതുവരെയും ജോലി ചെയ്തിട്ടും നന്മയ്ക്ക് ഉയർച്ചയില്ലാതിരിക്കുന്നവരെ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ദൈവവേലയുടെ ഒരു ചെറിയ പങ്കേറ്റെടുത്ത് ദൈവസഭയോട് കൂടെ നിന്ന്, ദൈവമക്കളോട് കൂടെ നിന്ന്, ദൈവദാസന്മാരോട് കൂടെ നിന്ന് ആ വേലയൊന്ന് ഏറ്റെടുത്ത് അതിനൊരു കൈത്താങ്ങ് കൊടുത്താൽ മതി. ദൈവം നിങ്ങളുടെ നന്മയിൽ തൊടും, ദൈവം നിങ്ങളുടെ നന്മയിൽ തൊടും. ദേവാലയം ശൂന്യമായി കിടക്കുകയായിരുന്നു. ആലയത്തിന്റെ ശൂന്യമായിരിക്കുന്ന അവസ്ഥ മാറ്റി ആലയത്തിലെ ആരാധനകളും ദൈവവേലയും ശക്തമാക്കാൻ വേണ്ടി അവരാലയത്തിൽ വന്ന് ആ വേല ഏറ്റെടുത്തു, ആലയത്തിൽ വന്ന് വേലയേറ്റെടുത്തു. ഇന്ന് രാത്രി എത്ര പേര് അതിന് തയ്യാറാണ്? നിങ്ങൾ പാസ്റ്ററാകണം എന്നല്ല ഞാൻ പറഞ്ഞത്, കോടികൾ കൊടുക്കണം എന്നല്ല പറഞ്ഞത്. നമുക്കൊന്നും സാമ്പത്തികമായിട്ട് ഇത്തിരി കൊടുക്കാനുള്ള ഉള്ള സ്വോത്രകാഴ്ചയൊക്കെ കൊടുത്താൽ മതി, ഉള്ള ദശാംശമൊക്കെ കൊടുത്താൽ മതി. പക്ഷെ ദൈവവേലയുടെ ഒരു പങ്കേറ്റെടുക്കണം. സ്വത്രം പറഞ്ഞ് വേറെ ഒന്നും വേണ്ട. ഈ കർത്താവിന്റെ വേല ഏറ്റെടുത്തുകൊണ്ട് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. കഴിയുമെങ്കിൽ സുവിശേഷം പോയി പറയുക. അതിന് കഴിയത്തില്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. സ്വത്രം പറഞ്ഞ് ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവവേലയുടെ തലക്ക് നിൽക്കുന്നവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ, കർത്താവേ, നിന്റെ വേലയുടെ വിശാലതയ്ക്ക് വേണ്ടി ഞാൻ നിന്റെ പ്രാർത്ഥന ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിന്റെ വേലയുടെ വിശാലതയ്ക്ക് വേണ്ടി സുവിശേഷം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിന്റെ വേലയുടെ വിശാലതയ്ക്ക് വേണ്ടി ചില ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. എത്ര പേര് ദൈവവേല ഏറ്റെടുക്കാൻ തയ്യാറാണ്? സ്വത്രം പറ. എന്നിട്ട് ആ ഡേറ്റ് എഴുതി വെച്ചു. ആ ഡേറ്റ് തൊട്ട് സാലറിയെ ദൈവം തൊടും, കമ്പനിയിൽ ദൈവം തൊടും. സ്വത്രം. ബിസിനസ്സി കർത്താവ് ഗ്യാരണ്ടി തന്നു, ഇന്ന് തൊട്ട് ഞാൻ തൊടും. കർത്താവ് ഉറപ്പ് തന്നു, ഇന്ന് തൊട്ട് നിങ്ങളുടെ ദൃഷ്ടി എന്ന് അവിടെ എഴുതിയിരിക്കുന്ന മലയാളം പരിഭാഷ അത്ര ശരിയല്ല. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഇന്ന് തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ നിങ്ങളുടെ വിത്തിൽ തൊടുന്നത് കാണാം, ഞാൻ നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തിൽ ഇടപെടുന്നത് കാണാം, ഞാൻ നിങ്ങളുടെ അത്തിത്തോട്ടത്തിൽ ഇടപെടുന്നത് കാണാം. ഇതുവരെയും നിങ്ങളുടെ മുന്തിരിത്തോട്ടത്തിലോ അത്തിത്തോട്ടത്തിലോ ദൈവം ഇടപെട്ടില്ല. എന്നാൽ ഇന്ന് തൊട്ട് എത്ര പേര് തീരുമാനമെടുത്തു? കൈയൊന്ന് ഉയർത്തിക്ക്. നിങ്ങൾ ആരും ദൈവസഭയെ വന്നിട്ട് ഈ നാട്ടിൽ കൂടെ എല്ലാം നടന്ന് സുവിശേഷം പറയാൻ ജോയ് പാഷ പറഞ്ഞില്ല. ദൈവവേലയുടെ ഭാഗമായി പ്രാർത്ഥന ഏറ്റെടുക്കാവോ? ദൈവസഭയ്ക്ക് വേണ്ടി അനേകരും മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാവോ? അനേക വീടുകളിൽ രക്ഷയെത്താൻ വേണ്ടി പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കാവോ? അതാണ് 24-ാം തീയതി. 24-ാം തീയതി നിങ്ങൾക്കൊരാളെ ഫോൺ വിളിച്ച് ഒരാശ്വാസ വാക്ക് പറയാമോ? ദൈവവേലയോട് ബന്ധപ്പെട്ട് ഒരാളെ കാണുമ്പോൾ 2 വചനം പറയാമോ? ഒരാളെ കാണുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അയാളെ വണ്ടിയിൽ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാമോ? സ്തോത്രം പറഞ്ഞ് ഒരു രോഗിയായി കിടക്കുന്ന നമ്മുടെ ഒരു വിശ്വാസിയെ വിളിച്ച് 2 വാക്ക് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സഭയെ ഏറ്റെടുത്തുകൊണ്ട് രാത്രി കാലങ്ങളിൽ അധികം ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റെങ്കിലും ദൈവസഭ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാമോ? അങ്ങനെ ദൈവവേല ഏറ്റെടുക്കാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് ഉറപ്പ് തരുന്നു, ഞാൻ നിന്റെ സാമ്പത്തികത്തെ തൊടും. ഇന്ന് തൊട്ട് എത്ര ക്ലിയർ ആയിട്ടാ കർത്താവ് പറഞ്ഞ. ഇന്ന് തൊട്ട് ദൃഷ്ടി മുൻപോട്ട് വെച്ചോ. 24-ാം തീയതിയാണ് നിങ്ങൾ എല്ലാരും ഇവിടെ വന്നത്. എല്ലാരും 24-ാം തീയതി എന്റെ ആലയത്തിൽ വന്ന് ഈ വേല ഏറ്റെടുത്ത ആ ദിവസം തൊട്ട് നിങ്ങളുടെ വിത്തുകളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. കണ്ണുകളടയ്ക്കാം. എല്ലാരും ഒരു നിമിഷം കുറവുകൾ ഏറ്റു പറഞ്ഞ് നമ്മൾ തിരുമേശയിലേക്ക് കടക്കാൻ പോവുക.
ആമേൻ, 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 ആമേൻ. ആരും ഇനി ഇതിനകത്ത് മൗനമായിരിക്കരുത്. എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താന്ന് ചോദിച്ചാല്, ഇത് നമ്മൾ ചുമ്മാ ഹോട്ടലിൽ ഇരുന്ന് കഴിക്കുന്ന പോലെ കഴിക്കുന്ന സാധനമല്ല ഇത്. ഇത് ആത്മീക ശുശ്രൂഷയാ. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ആത്മാവിന്റെ പരിവർത്തനം നടക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പാട്ട് പാടാനുള്ളതൊക്കെ എടുത്തു വെച്ചോണം കേട്ടോ. ആമേ. ഞാൻ പറയുമ്പോൾ വാക്യം വായിക്കണം. കണ്ണടച്ചല്ലോ. ആമേ. തിരുമേശയും കൊണ്ട് വരുമ്പോൾ ആമേ പാസ്റ്റർ നിങ്ങളെ തട്ടും മുട്ടും. അന്നേരം കണ്ണ് തുറന്നാ മതി. എല്ലാരും കണ്ണടച്ചെന്ന് ഞാൻ കരുതുക. ഇനി എല്ലാരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആമേ. ഈ തിരുമേശ